ഹമാസ് ഭീകരരെ ലക്ഷ്യമിട്ട് ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ പ്രതിരോധ സേന ഏറ്റെടുത്തു. ഒക്ടോബർ 7 നടന്ന കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഉന്നത ഹമാസ് നേതൃത്വത്തെയാണ് ലക്ഷ്യമിട്ടതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന കൂട്ടിച്ചേർത്തു. അതേസമയം ആക്രമണത്തെ ഖത്തർ അപലപിച്ചു. ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഖത്തറിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തിയെന്നും ഖത്തർ പ്രധാനമന്ത്രിയും ഉപദേഷ്ടാവും വിദേശകാര്യ മന്ത്രാലയ വക്താവുമായ ഡോക്ടർ മജേദ് അൽ അൻസാരി പറഞ്ഞു. ആക്രമണത്തെ UAEയും അപലപിച്ചു. ഖത്തറിന് പൂർണ്ണ പിന്തുണയെന്ന് UAE ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹിയാൻ പറഞ്ഞു. ഷിൻസ, ഈ ആക്രമണത്തിൽ ലക്ഷ്യമിട്ടത് ഹമാസിന്റെ ഉന്നതരായ നേതാക്കളെയാണ്, കൊടും ഭീകരരെയാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. ഇവരിൽ 2 പേർ കൊല്ലപ്പെട്ടതായുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. മറ്റു വിവരങ്ങൾ? ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ താമസിക്കുന്ന ദോഹയിലെ താമസ സ്ഥലം ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഖത്താറിൽ ഹമാസ് ജനറൽ ക്വാർട്ടേഴ്സിന് സമീപം 10ഓളം സ്ഫോടനങ്ങൾ കേട്ടതായാണ് ഇപ്പോൾ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ഫോടന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം പിന്നാലെ ഇസ്രായേലിന്റെ ഷിൻബെറ്റ് സെക്യൂരിറ്റി ഏജൻസിക്കൊപ്പം സംയുക്ത ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും IDF വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടായിട്ട് അവർ പറയുന്നത് ആക്രമണത്തിൽ സാധാരണ പൗരന്മാർക്ക് പരിക്കേൽക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നുവെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ ഒക്ടോബർ 7 ആക്രമണത്തിന് ഉത്തരവാദികളായവരെ വകവരുത്തിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ആക്രമണത്തിന് പിന്നാലെ ഖത്തറിന്റെ സുരക്ഷാ സേനയും സിവിൽ ഡിഫൻസും ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളും ഉടൻ തന്നെ സ്ഥലത്തെത്തിയിരുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനും പ്രദേശവാസികളുടെ സമീപ പ്രദേശങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. താമസക്കാർക്ക്, അതായത് അവിടെ താമസിക്കുന്ന സാധാരണക്കാർ ജനങ്ങൾക്ക് കാര്യമായി പരിക്കില്ല. ഇതിൽ ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിന് പിന്തുണയുമായിപ്പോൾ ഖത്തറിന് പിന്തുണയുമായിപ്പോൾ UAE രംഗത്തെത്തിയിട്ടുണ്ട്. UAE ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹിയാൻ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണ പിന്തുണയെന്നാണ്. ഖത്തറിന് പൂർണ്ണ പിന്തുണ അറിയിച്ചിരിക്കുകയാണ്. അതേസമയം ആക്രമണം വിമാന സർവീസുകളെ ബാധിച്ചിട്ടില്ല എന്ന് ഖത്തർ എയർവേസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ അമേരിക്കയുടെ ഒരു ആക്രമണം ഖത്തറിലുണ്ടായ സമയത്ത് വിമാന സർവീസുകളെ സാരമായി ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോൾ അങ്ങനെ കാര്യങ്ങൾ സ്ഥിതിഗതികൾ ശാന്തമാണെന്നും വിമാന സർവീസുകളെ കാര്യമായി ബാധിച്ചിട്ടില്ലെന്നും ഖത്തർ എയർവേസ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം അമേരിക്കൻ എംബസി അവിടുത്തെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. അതേസമയം അതോടൊപ്പം തന്നെ താമസ കേന്ദ്രങ്ങൾക്ക് പുറത്തിറങ്ങരുതെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഖത്തറിലെ സ്ഥിതിഗതികൾ ശാന്തമാണ്. ആക്രമണത്തിന് ശേഷം തുടർ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. ഏതാണ്ട് ഒരേ സമയം ഉണ്ടായ ഒരു 10 സ്ഫോടനങ്ങളാണ് അവിടെ ഖത്തറിൽ നടന്നിരിക്കുന്നത്. ദോഹയിൽ ഹമാസിന്റെ ഭീകരർ താമസിച്ചിരുന്ന താമസ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. നീലിമ, ശരി, ഷിൻസ് തുടരുക. ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ കൂടി ചേരുന്നുണ്ട്. ഐസൺ, ഒക്ടോബർ 7 നടത്തിയ ഇസ്രായേലിൽ നടത്തിയ വലിയ കൂട്ടക്കൊലയ്ക്ക് വലിയ പ്രതികാരമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഹമാസ് ഭീകരർ എവിടെ പോയി ഒളിച്ചാലും അവിടെ കടന്നു കയറി ആക്രമണം നടത്തും, അവരെ വധിക്കും, ഇല്ലാതാക്കുമെന്നത് ഇസ്രായേലിന്റെ ദൃഢപ്രതിജ്ഞയാണ്. അതനുസരിച്ചുള്ള ഓപ്പറേഷൻസാണ് ഇന്ന് ദോഹയിൽ നടന്നത്. എങ്ങനെയാണ് ഈ ആക്രമണത്തിന് ശേഷമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്? തീർച്ചയായും ശക്തമായ ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ്, നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു പശ്ചാത്തലമാണ് ഏറെ ഗൗരവമർഹിക്കുന്നത് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. നമുക്കറിയാം, ഇന്ന് രാവിലെയാണ് ഒരു അന്ത്യശാസനം നൽകിയത്. പലയിടങ്ങളിൽ നിന്നും ഗാസയുടെ പലയിടങ്ങളിൽ നിന്നും ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള മേഖലകളിൽ നിന്നുമെല്ലാം തന്നെ സാധാരണക്കാർ ഒഴിഞ്ഞു പോകണമെന്നൊരു വാർത്ത ഇന്ന് പുറത്തു വന്നിരുന്നു. ആ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഖത്തറിൽ ഈ ആക്രമണം നടന്നിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഗാസയിലും സമാന രീതിയിലുള്ള ഒരു നീക്കം ഒരു പരിധിവരെ ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല എന്ന്
തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ മുന്നറിയിപ്പായി നൽകുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹമാസിന്റെ ഭീകരരെല്ലാം തന്നെ ഒരു പാർലമെന്ററി സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്നു എന്ന വ്യാജേന ഖത്തറിൽ പ്രവർത്തിക്കുകയും അവർ ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾക്ക് കോപ്പുകൂട്ടുകയും ചെയ്യുന്ന ഒരു നീക്കമുണ്ടായിരുന്നു. ഈ നീക്കത്തിന് പിന്നാലെയാണ് ഇത്തരം നടപടികളെല്ലാം തന്നെ ഉണ്ടാവുകയും ഇത്തരത്തിൽ ഖത്തറിൽ ഇവർ താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. അവരെ കൃത്യമായി കണ്ടെത്തി ആക്രമിക്കുകയും അവരെ ഇല്ലാതാക്കുകയുമാണ് ചെയ്തത് എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും അതീവ ഗൗരവമുള്ളൊരു വിഷയമായി തന്നെ ഇത് നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ കോൺസിക്വൻസസ് അനുഭവിക്കും. അതായത് സമാധാന ധാരണ അംഗീകരിക്കാതെ ഹമാസ് മുന്നോട്ട് പോയാൽ അതിന്റെ ആഘാതം അനുഭവിക്കുമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ മുന്നറിയിപ്പിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണത്തെ നിരീക്ഷിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നീതിമാണ്. ശരി ഐസൻ. ഹമാസ് ഭീകരരെ ലക്ഷ്യമിട്ട് ഖത്തറിൽ ഇസ്രായേലിന്റെ വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലാണ് ആക്രമണം നടത്തിയത്. 10 ഇടങ്ങളിൽ ആക്രമണം നടന്നു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ.